ഹലോ ഓൾ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഒരു ട്രേഡ് ബ്രേക്ക് ഡൗൺ വീഡിയോ ആയിട്ടാണ്. സോ ഇത് റെക്കമെൻഡേഷൻ അല്ല, മറിച്ച് ഞാൻ എടുത്തൊരു ട്രേഡിൻ്റെ ഒരു ബ്രേക്ക് ഡൗണും അതെടുക്കാനുള്ള റീസൺസും ഒക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം കമ്പനിയുടെ പേര് ഡാറ്റ പാറ്റേൺസ് എന്നാണ്. 22,713 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ് ഡാറ്റ പാറ്റേൺസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് സെക്ടറിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന കമ്പനികളിൽ ഒന്നാണ് നമ്മുടെ ഡാറ്റ പാറ്റേൺസ് എന്ന് പറഞ്ഞ കമ്പനി. അപ്പോൾ നിങ്ങൾ സ്ക്രീനറിൽ നോക്കിയാൽ തന്നെ അറിയാം, ഡെറ്റ് ഫ്രീ ആണ്, ഗുഡ് ക്വാർട്ടേഴ്സ് തരുന്നുണ്ട്, ഗുഡ് പ്രോഫിറ്റ് ഗ്രോത്ത് തരുന്നുണ്ട്, ആൻഡ് CAGR ഓവർ ലാസ്റ്റ് 5 ഇയേഴ്സും ബെറ്റർ ആണ്. ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ട്, ആൻഡ് കമ്പനീസ് മീഡിയം സെയിൽസ് ഗ്രോത്തും അത്യാവശ്യം നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഡെപ്റ്റർ ഡേയ്സ് കൂടുതലാണെന്നുള്ളതാണ് ഒരു നെഗറ്റീവ് ഉള്ളത്. അപ്പോൾ ഒരുപാട് ക്വാർട്ടർലി റിസൾട്ടും എക്സ്പെൻസും ഫണ്ടമെന്റൽസും നോക്കിയല്ല നിലവിൽ ഞാൻ ട്രേഡ് എടുത്തിരിക്കുന്നത്. എന്നാലും കമ്പനിയെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ലീഡിങ് ഡിഫൻസ് കമ്പനിയാണെന്നുള്ള കാര്യം എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കീ കസ്റ്റമേഴ്സ് DRDOയ്ക്ക്, മിനിസ്റ്റർ ഓഫ് ഡിഫൻസിന്, ISROയ്ക്ക്, HAL, BDL, BEL, ബ്രഹ്മോസ്, ഹണിവെൽ കമ്പനി, ഇവർക്കൊക്കെ ആണ് ഇവരുടെ പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ചെന്നൈയിലൊക്കെ വലിയ രീതിയിലുള്ള മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഇവർക്കുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഫണ്ടമെന്റൽസിലേക്ക് ഞാൻ കറക്റ്റ് പോകുന്നില്ല, ഇന്ന് ടെക്നിക്കൽ റീസൺസിലേക്കാണ് പോകുന്നത്. ആൻഡ് ഞാൻ ഇവരുടെ നമ്മുടെ മന്ത്ലി ചാർട്ടാണ് എടുത്തേക്കുന്നത്. മന്ത്ലി ചാർട്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് 2022 ലിസ്റ്റ് ചെയ്ത കമ്പനിയുടെ ലോ എന്ന് പറയുന്നത് 576 ആണ്. ഓക്കെ, ആ 576 എന്ന റേഞ്ചിൽ നിന്നാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ നിൽക്കുന്ന 4,513 അല്ലെങ്കിൽ 4,000 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് വന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു മന്ത്ലി ക്യാൻഡിലിൽ തന്നെ നിങ്ങൾക്കറിയാം, മന്ത്ലി ക്യാൻഡിലിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. എല്ലാ സ്റ്റോക്കിലും ഉള്ള പോലെ തന്നെ ഈ കമ്പനിയിലും ഉണ്ട്. അപ്പോൾ നമ്മൾ വീക്ക്ലി ചാർട്ടിലേക്ക് ഞാൻ പോവുകയാണ്. ഇപ്പോൾ വീക്ക്ലി ചാർട്ട് പോകാൻ നേരത്ത് നിങ്ങൾക്കറിയാം 2024 സമയത്തെ ഒരു ക്രാഷ് നമുക്കിവിടെ കാണാം. ആൻഡ് ആ ക്രാഷ് അതിജീവിച്ച് 1,500 ലെവലിൽ അതിജീവിച്ചാണ് ഈ സ്റ്റോക്ക് അവിടെ നിന്ന് മുൻപോട്ട് പോയത്. ഒരിക്കൽ ക്രാഷ് വന്ന് ലിക്വിഡിറ്റി ഹണ്ടൊക്കെ നടത്തിയ സ്ഥലത്തേക്ക് പിന്നെ ഈ സ്റ്റോക്ക് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു ഏരിയ പ്രത്യേകം സ്പെസിഫിക്കലി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഈ സ്റ്റോക്കിൻ്റെ സ്ട്രെങ്ത് റിയലി വിസിബിൾ ആയ ഒരു ഏരിയ എന്ന് പറയുന്നത് 1,500 to 1,600 റേഞ്ചാണ്. കാര്യം ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. 2,000 അല്ലെങ്കിൽ 3,669 റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്ക് ഡൗൺ ട്രെൻഡിലേക്ക് എത്തി 1,300 റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്ത് അവിടെ നിന്നാണ് ഈ സ്റ്റോക്ക് തിരിച്ചു കയറിപ്പോയത്. സോ കമ്പനിയിൽ ഒരുപാട് ഫണ്ടമെന്റൽ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ എൻ്റർ ആയ ഒരു സോൺ ആയിരിക്കണം നമ്മൾ ഈ പറയുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. സോ ഈ ഏരിയ വളരെ സ്ട്രെങ്ത് ഉള്ള ഒരു സോണായിട്ട് എന്നും നിലനിൽക്കാനാണ് പോസിബിലിറ്റി. ഓക്കെ, അപ്പോൾ ഈ ഒരു സോണിൽ നിന്നും പോയ ഈ സ്റ്റോക്ക് ഇപ്പോൾ നിലനിൽക്കുന്നത് ഒരു ഓൾ ടൈം ഹൈ റേഞ്ചിലാണ്. അപ്പോൾ ഞാൻ ട്രേഡ് എടുത്ത സോണും ആ റേഞ്ചാണ്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ കാണാം, നോക്കിയ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് മന്ത്ലി ക്യാൻഡിലിൽ ഇവിടെ കാണാം. മന്ത്ലി ക്യാൻഡിൽ അത്യാവശ്യം നല്ല ക്ലോസിംഗ് കിട്ടുവാണെങ്കിൽ മേ ബി ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി മുൻകൂട്ടി കണ്ടാണ് ഞാൻ ഒരു ട്രേഡ് ഞാനിവിടെ ഇനിഷ്യേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്ത റേഞ്ച് നിങ്ങൾ നോക്കുക, ഒരു വലിയ റെസിസ്റ്റൻസ് ഏരിയയാണ്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഓൾ ടൈം ഹൈ റേഞ്ചാണ്. വളരെ റിസ്കി, ഒരു സാധാരണക്കാരായ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഇത് റിസ്കി ഏരിയ ആയിട്ട് തോന്നും. ബട്ട് ഞാൻ കുറച്ചധികം വലിയ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് കൺട്രോൾഡ് ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ ട്രേഡ് എടുത്തത്. ആൻഡ് നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ലിക്വിഡിറ്റി ഹണ്ടൊക്കെ കണ്ട ശേഷമാണ് ഞാനിവിടെ ട്രേഡ് എടുത്തത്. ഓക്കെ, നിങ്ങളുടെ കണ്ടില്ലേ, ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ലിക്വിഡിറ്റി ഹണ്ട് നടത്തിയാണ് ഈ സ്റ്റോക്ക് ഓൾ ടൈം ഹൈ റേഞ്ചിലേക്ക് പോയത്. സോ ഞാൻ എൻട്രി എടുത്ത സോൺ എന്ന് പറയുന്നത് 3,400 അല്ലെങ്കിൽ 3,500-400 റേഞ്ചാണ്. ആൻഡ് നിലവിൽ ട്രേഡ് ചെയ്യുന്ന സോൺ എന്ന് പറയുന്നത് 4,059 ആണ്. ഞാൻ ഇനിഷ്യൽ ടാർഗറ്റായിട്ട് വച്ചിരിക്കുന്നത് 4,500 റേഞ്ചാണ്. ആൻഡ് മാർക്കറ്റ് അത്യാവശ്യം മൊമെൻറ്റം തരുവാണെങ്കിൽ 5,000 റേഞ്ചിലേക്ക് ഈ സ്റ്റോക്ക് ഞാൻ ട്രയൽ ചെയ്യാനായിരിക്കും ഞാൻ ശ്രമിക്കുക. ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്ട്രെങ്ത്തിലുള്ള മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ടെക്നിക്കലി സ്ട്രെങ്ത് ഉള്ള കമ്പനികൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ അതിൻ്റെ ഓൾ ടൈം ഹൈ റേഞ്ചിലുണ്ടായ ഒരു സെല്ലിംഗ് പ്രഷർ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഓൾ ടൈം ഹൈയിലേക്ക് എത്തുമ്പോഴല്ല ഞാൻ ട്രേഡ് എടുത്തത്. ഓക്കെ, ഓൾ ടൈം ഹൈ റേഞ്ച് നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെല്ലിംഗ് പ്രഷറുള്ള സോൺ എൻ്റെ കണ്ണിലുണ്ട്. ആൻഡ് ആ ഓൾ ടൈം ഹൈ റേഞ്ചിൽ നിന്നും സ്റ്റോക്ക് സെല്ലിംഗ് പ്രഷർ നേരിട്ട് താഴെ വന്ന് ശേഷം അവിടെ നിന്ന് ഒരു അപ്സൈഡ് മൊമെൻറ്റം വന്നപ്പോഴാണ് ഞാൻ ഈ സ്റ്റോക്ക് ട്രേഡ് എടുത്തത്. അപ്പോൾ ടെക്നിക്കലി എനിക്ക് സ്ട്രെങ്ത് തോന്നിയത് കൊണ്ടാണ് ഞാൻ ആ ഒരു സോണിൽ ട്രേഡ് എടുത്ത് മാർക്കറ്റ് ഹോൾഡ് ചെയ്തത്. വളരെ ചെറിയ ക്വാണ്ടിറ്റി എടുത്തു. ആൻഡ് മാർക്കറ്റ് ഇപ്പോൾ എന്തായാലും സക്സസ്ഫുള്ളി ട്രേഡ് ചെയ്യുകയാണ് ആ ഒരു ഏരിയയിൽ.
ഇപ്പം എന്തായാലും 5000 വരെ ട്രയൽ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഇതുപോലത്തെ ട്രേഡ് ബ്രേക്ക് ഡൗൺ വീഡിയോസ് ഞാൻ ഇനിയുള്ള ഇൻ്റർവെൽസിൽ എടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം, ഞാൻ എടുക്കുന്ന ട്രേഡുകളുടെ. സോ ഇതുപോലെ നിങ്ങൾക്കും ട്രേഡ് ആക്ടിവിറ്റീസ് പഠിക്കാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ആക്റ്റീവായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. സോ ഇപ്പോൾ 100+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പഴയ ചാനൽ ഉണ്ടായിരുന്നു, ഡിലീറ്റ് ആയിപ്പോയി. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ റീച്ച് ചെയ്യാം. എൻ്റെ ചാനലിൽ മെസ്സേജ് ചെയ്താൽ മതി, എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാനും കഴിയും. ഓക്കെ, സോ ഇതുപോലുള്ള ട്രേഡ് ബ്രേക്ക് ഡൗൺ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യാം. താങ്ക് യു.